ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഒരുപാട് അപ്ഡേഷനും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ജൂൺ 2025 എക്സാം രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ഒരുപാട് പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെ സോൾവ് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങളാണ് എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ഇഗ്നു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. BA, BCom, BBA, BSW എന്നീ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കുക. കാരണം ഈ മന്ത് ലാസ്റ്റ് വരെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ടൈം എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡ് ഇയറിലോട്ട് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സ്റ്റുഡൻസും അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസും ക്ലാസ്സുകളും കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവർക്കുള്ള രജിസ്ട്രേഷൻ ടൈമും ഈ മന്ത് ലാസ്റ്റ് വരെയാണ്, വിത്ത് ലേറ്റ് ഫീ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇഗ്നു യൂണിവേഴ്സിറ്റി ഇപ്രാവശ്യം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സ്വന്തമായിട്ട് എക്സാം രജിസ്റ്റർ ചെയ്യുന്നവരെ വളരെ ക്ലിയർ ആയിട്ട് വായിച്ചതിന് ശേഷം, അതായത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. കേരളത്തിലെ ഇഗ്നു യൂണിവേഴ്സിറ്റിക്ക് 3 റീജിയണൽ സെൻ്റർ ആണ് ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അതായത് ട്രിവാൻഡ്രം, കൊച്ചിൻ, വടകര. ഈ 3 റീജിയണൽ സെൻ്ററിൻ്റെ അണ്ടറിലുമാണ് എല്ലാ എക്സാം സെൻറ്റേഴ്സും വരുന്നത്. വടകര റീജിയണൽ സെൻ്ററിൻ്റെ അണ്ടറിലുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ്. അത് കാരണം എത്രയും വേഗം രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കറിയാം, കഴിഞ്ഞ ഒരു സാറ്റർഡേ തൊട്ട് എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 2 ഡേയ്സ് ആകുമ്പോൾ തന്നെ പല കോളേജുകളും ഫില്ലായി തുടങ്ങി. അപ്പോൾ സീറ്റുകൾ ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയും വേഗം എക്സാം രജിസ്ട്രേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്തുള്ള എക്സാം സെൻറ്റർ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാം രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സീറ്റുകൾ ഉറപ്പാക്കാൻ ശ്രമിക്കണം. അതുപോലെ യൂണിവേഴ്സിറ്റി എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സാം സെൻറ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമാണ് ഉള്ളത്. അതായത് എക്സാം സെൻറ്റർ അവിടെ തന്നെ കിട്ടും എന്ന് യാതൊരു ഉറപ്പും യൂണിവേഴ്സിറ്റി പറയുന്നില്ല. അപ്പോൾ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമാണ് യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നത്. ആ സെൻറ്ററിൽ തന്നെ എക്സാം സെൻറ്റർ കിട്ടണം എന്നില്ല. നമുക്ക് ഹാൾ ടിക്കറ്റ് വരുമ്പോഴാണ് എക്സാം സെൻറ്റർ എവിടെയാണെന്നുള്ള ഒരു കൺഫർമേഷൻ ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ കഴിഞ്ഞ തവണ നമ്മൾ എക്സാം രജിസ്റ്റർ ചെയ്തപ്പോൾ, അതായത് കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, യൂണിവേഴ്സിറ്റി റൂൾ അനുസരിച്ച് അങ്ങനെ പാടില്ലെങ്കിലും ഒരുപാട് സ്റ്റുഡൻസ് 2 or 3 എക്സാം സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് ഒരു 3 സെൻറ്റർ ഒരു കോളേജിലാണെങ്കിൽ വേറെ 2 സെൻറ്റർ വേറെ കോളേജിൽ, അങ്ങനെയൊക്കെ കൊടുക്കാൻ, സീറ്റ് അവൈലബിലിറ്റി അനുസരിച്ച് അങ്ങനെ മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു എക്സാം സെൻറ്ററിലാണ് എല്ലാ എക്സാമും നിങ്ങൾ എഴുതേണ്ടി വന്നിരുന്നത്. പക്ഷേ ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് അറ്റ് എ ടൈം ഒരു എക്സാം രജിസ്ട്രേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഏതെങ്കിലും ഒരു കോളേജ് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അക്കാദമിക് ഇയർ മുതൽ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങളെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പല കോളേജിലൊന്നും നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഒറ്റ കോളേജിൽ എത്ര സീറ്റാണോ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്, ആ ഒരു കോളേജ് മാത്രം ചൂസ് ചെയ്ത് അവിടെ എക്സാം എഴുതാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഇപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എക്സാം രജിസ്ട്രേഷൻ അവർ സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എറേഴ്സും അതുപോലെ പേയ്മെൻറ്റിൻ്റെ കുറേ പ്രശ്നങ്ങളും, പേയ്മെൻറ്റ് ചെയ്താൽ തന്നെ ഡ്രാഫ്റ്റായിട്ട് പെൻഡിങ് ആയിട്ട് കിടക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റി സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പല ഇഷ്യൂസും കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 2 or 3 ദിവസം വെയിറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ പേയ്മെൻറ്റ് സക്സസ് ആവും. അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രാഫ്റ്റിലൊക്കെ കാണിക്കുന്നവരുണ്ടായിരിക്കും, ഡ്രാഫ്റ്റിൽ പേയ്മെൻറ്റ് പെൻഡിങ് ആയിട്ട് നിൽക്കുന്നവരുണ്ടായിരിക്കും. അവരുടെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി സക്സസ് ആവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്.
ഇപ്പോൾ പുറമേ നിന്നുള്ള സ്റ്റുഡൻസ് സെൽഫായിട്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അവർക്കാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അവർ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻ വായിച്ചതിന് ശേഷം വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് മിസ്റ്റേക്ക് വന്നാൽ പിന്നീട് നമുക്കത് തിരുത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ എക്സാം റിലേറ്റ് ചെയ്ത കാര്യങ്ങളും എല്ലാം വളരെ നീറ്റായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഹാൾ ടിക്കറ്റ് എന്നാണ് വരിക എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. ഹാൾ ടിക്കറ്റ് സാധാരണ രീതിയിൽ എക്സാമിന് ഒരു 1 വീക്ക് 2 വീക്സ് മുൻപാണ് ഹാൾ ടിക്കറ്റ് വരിക. ഹാൾ ടിക്കറ്റ് വന്നാൽ മാത്രമാണ് നമുക്ക് എക്സാമിൻ്റെ ഡേറ്റും എക്സാം സെൻറ്ററും നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത്. കാരണം ഓൾറെഡി ഡേറ്റ് ഷീറ്റ് വന്നിരുന്നെങ്കിൽ കൂടെ ആ ഡേറ്റ് ചില കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ എക്സാം സെൻറ്റർ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാം എന്നേ ഉള്ളൂ. അത് തന്നെ ആവണം എക്സാം സെൻറ്ററിന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഹാൾ ടിക്കറ്റ് വരാൻ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷം നിങ്ങളുടെ കൺഫർമേഷൻ, അതായത് എക്സാം സെൻറ്റർ ആയാലും ടൈം ആയാലും നിങ്ങളുടെ ഡേറ്റ് ആയാലും കൺഫർമേഷൻ ഹാൾ ടിക്കറ്റിലാണ് ഉണ്ടായിരിക്കുക. ഹാൾ ടിക്കറ്റ് കിട്ടിയാലും അത് നന്നായിട്ട് വായിച്ചു നോക്കി കീപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ എക്സാം സെൻറ്റർ, ഇപ്പോൾ ഒരു എക്സാം സെൻറ്റർ ചൂസ് ചെയ്തു, അവിടെ എല്ലാ സബ്ജക്റ്റിനും സീറ്റ് അവൈലബിൾ ആയില്ല. അപ്പോൾ ബാക്കി വരുന്ന സബ്ജക്റ്റ് എന്ത് ചെയ്യും എന്ന് ഒരുപാട് സ്റ്റുഡൻസിന് ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവരൊന്നുകൊണ്ടും വിഷമിക്കേണ്ട. കാരണം അവർക്ക് ഈ ജൂൺ ജൂലൈയിൽ എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നെക്സ്റ്റ് ഡിസംബർ ജാനുവരിയിൽ വേണമെങ്കിൽ അവർക്ക് ആ എക്സാം കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം 2 ഇൻടേക്കാണ് വരുന്നത്. ഡിസംബർ ജാനുവരി അതുപോലെ ജൂൺ ജൂലൈ. അപ്പോൾ ജൂൺ ജൂലൈയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന ഡിസംബർ ജാനുവരിയിലും ആ എക്സാം അറ്റൻഡ് ചെയ്യാം. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓൾമോസ്റ്റ് ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാത്തതുകൊണ്ടാണ് നിങ്ങൾ ഡിസംബർ ജാനുവരിയിലേക്ക് മാറുന്നത്. അപ്പോൾ എന്നാണോ എക്സാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് സീറ്റ് ഉറപ്പാക്കാൻ നോക്കണം. അല്ലെങ്കിൽ അതുപോലെ അന്നത്തെ ആ ഒരു ടൈമിലും നിങ്ങൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മുൻകൂട്ടി പറയുന്നത്, ഇപ്രാവശ്യം എക്സാം എഴുതാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് സങ്കടപ്പെടേണ്ട. കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് നെക്സ്റ്റ് ഡിസംബർ ജാനുവരിയിൽ നല്ല രീതിയിൽ ഒന്നും കൂടെ എക്സാം എഴുതാൻ ട്രൈ ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആരും മറക്കണ്ട, ഇഗ്നോ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ സ്റ്റുഡൻസും താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. BA, BCom, BBA, BSW കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്കുള്ള സർവീസും ക്ലാസ്സുകളും ഗൈഡുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റുകൾ എത്രയും വേഗം ഉറപ്പാക്കുക. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഉടനെ തന്നെ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.